നിങ്ങളുടെ അഭിപ്രായത്തിൽ വി ഡി സതീശനാണോ യോഗ്യൻ, കെ സി ആണോ യോഗ്യൻ, ചെന്നിത്തലാണോ യോഗ്യൻ? ഇനിയുണ്ട് ആൾക്കാരെ ലിസ്റ്റ്. എല്ലടും അവരൊക്കെ യോഗ്യനാണ്. പക്ഷെ ന്യായം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി കേരളത്തിലെ ഒരു വിഷനോട് കൂടിയിട്ട് ആ വിഷൻ നടപ്പിലാക്കാൻ പ്രാപ്തിയുള്ള ഒരാൾ അവിടെ നിൽക്കുമ്പോൾ അവരെ കണ്ടിട്ടാണ് ജനങ്ങൾ അവർക്ക് വോട്ട് കൊടുത്തിട്ടുള്ളത്. യു.ഡി.എഫിന് ആരെ? വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷത്തിന്റെ കൂട്ടായ്മയെ, ആ നേതൃത്വത്തിൽ ആ കൂട്ടായ്മനെ അങ്ങനെ അടിപൊളിയായിട്ട് കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു ആർക്കെങ്കിലും കൊണ്ടുപോകാൻ പറ്റുമോ? കോൺഗ്രസിന് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, യു.ഡി.എഫിന് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, എടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, എം.പിമാർ മത്സരിക്കണ്ട എന്ന് പറഞ്ഞ് അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അൻവറിന്റെ വിഷയത്തിൽ ഇനി പോട്ടെ, എന്ത് വിഷയങ്ങൾ വന്നാലും അതിന് ശക്തമായ നിലപാടെടുക്കും. ആ നിലപാടിനനുസരിച്ചിട്ട് മുന്നോട്ട് പോകും. അതാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയെ നമ്മുടെ ജനങ്ങൾക്കിടയിൽ പൊതുജനങ്ങൾ സമ്മതി, അതായത് ജനസമ്മതി നേടിത്തരുന്നത്. അപ്പൊ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു നേതാവ് ലീഡർഷിപ്പിനെ കണ്ടതുകൊണ്ടാണ് ഈ പിണറായിനൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞത്. മുൻപ് പിണറായിനെ സെലക്ട് ചെയ്തിട്ടുള്ളതും ജനങ്ങൾ ആ ഒരു ലീഡർഷിപ്പ് കണ്ടുകൊണ്ടാണ്. പക്ഷെ പിന്നീട് അത് മനസ്സിലായി. അതേപോലെ ഇപ്പൊ ഈ ലീഡർഷിപ്പ് കണ്ടുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ, കേരള ജനത യു.ഡി.എഫിനെ എതിരുള്ളത്. ആ ഈ 140 MLA-മാരിൽ ജയിച്ച MLA-മാർക്ക്, യു.ഡി.എഫിന്റെ MLA-മാർക്ക് കുറച്ചെങ്കിലും വോട്ട് വി ഡി സതീശന്റേതായിട്ടുള്ള വോട്ട് കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെയുള്ള MLA-മാർ, എം.പിമാരെ മത്സരിക്കേണ്ട എന്ന് കോൺഗ്രസ് തീരുമാനിച്ചു. പിന്നെയാണോ ഇപ്പൊ MP ആയിട്ടുള്ള കേസിന് മുഖ്യമന്ത്രി ആക്കണം? എന്ത് ന്യായമാണത്? ഇത് കോൺഗ്രസിന്റെ നാശത്തിലേക്കുള്ള ഒരു തീരുമാനമായി മാറും KCA ആക്കിയിട്ടുണ്ടെങ്കിൽ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ രാഷ്ട്രീയത്തിനോട് തന്നെ ഒരു തരം വിരക്തി തോന്നും ആളുകൾക്ക്. ഇത് പണ്ട് കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തോട് വിരക്തി തോന്നിയിരുന്നു. അതിൽ നിന്ന് മാറ്റം വന്ന് കോൺഗ്രസും യു.ഡി.എഫ് ഒക്കെ അതിൽ നല്ലൊരു പുതുജീവൻ വന്ന്, പുതിയ മുഖം വന്ന്, പുതിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ രീതികളൊക്കെയാണ് എന്നുള്ളൊരു ഇതുകൊണ്ടാണ് യു.ഡി.എഫിനെ കോൺഗ്രസിനൊക്കെ പിന്തുണക്കുക. അല്ലാതെ നിങ്ങൾ വിചാരിച്ചു ഞങ്ങളെ പഴയ തമ്മിലടിയാണെന്നുണ്ടെങ്കിൽ ആളുകൾ പിന്തുണക്കുന്ന ഒരു രക്ഷയില്ല, കിട്ടൂല. അപ്പൊ അതൊന്നും മാറ്റണ്ട. ഇപ്പൊ നല്ല രീതിയിലുള്ള തീരുമാനങ്ങൾ ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് ഉണ്ടാവുക എന്നുള്ളതാണ്. പിന്നെ വാർത്തകൾ വരുന്നുണ്ട്. പല കോൺഗ്രസിന്റെ ആളുകൾ, തിരുവനന്തപുരത്തുള്ള ഒരു മെമ്പർ ഉണ്ടല്ലോ, കോർപ്പറേഷൻ വൈഷ്ണവ സുരേഷ്, അങ്ങനെ ഹരിത ബാബു, പിന്നെ അങ്ങനെ ഒരുപാട് കോൺഗ്രസിന്റെ ആളുകൾ തന്നെ KCക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പോസ്റ്റ് ഇട്ടുണ്ടെങ്കിൽ കാണുന്നുണ്ട്. പക്ഷെ KCയെ അധിക്ഷേപിച്ച് പറഞ്ഞവർക്കെതിരെ പറയുന്ന രീതിയിലാണ് പറയുന്നത്. KC ഇവിടെ ആരും അധിക്ഷേപിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കേസിന്റേതായിട്ടുള്ള ചുമതല നിർവഹിച്ചിട്ടുണ്ട് വരെ. പക്ഷെ KC ഇപ്പൊ ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മുന്നോട്ട് വന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ അത് KCയെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നെഗറ്റീവായിരിക്കും അത്. അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാരും പ്രവർത്തകരും എല്ലാവരും പെട്ടെന്ന് എത്തിക്കും. ഇങ്ങനെ കുറെ നാടകം കളിച്ചിട്ട് എത്തിക്കേണ്ട സംഭവം നല്ലൊരു തീരുമാനം പെട്ടെന്ന് എടുത്ത് എത്തിക്കുന്നതായിരിക്കും കോൺഗ്രസിനും കേരളത്തിനും നല്ലത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിന് വി ഡി സതീശനെ പോലത്തൊരു നേതാവിന്റെ ഒരു ഭരണം കാണാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്താവും, പറഞ്ഞതൊക്കെ നടപ്പിൽ വരുത്തണമെങ്കിൽ ഒരുപാട് കേരളത്തിന് കൂടെ ഉണ്ടാവും എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷ ഉണ്ട്. ആ പ്രതീക്ഷയാണല്ലോ നമ്മുടെ നാടിന് വേണ്ടത്. അപ്പം ആ പ്രതീക്ഷ നടക്കട്ടെ, നടപ്പിൽ വരും എന്ന് പ്രതീക്ഷിക്കാം.